എനിക്ക് ഏറെ പ്രിയമുള്ളവരെ, ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ എഴുതിയ അമ്മ എന്ന നോവലിൻ്റെ 6ാം ഭാഗം. നോവൽ അധ്യായം 12. തിരിഞ്ഞു മറിഞ്ഞു കിടന്നതല്ലാതെ ഉറക്കം വരുന്നില്ല. മണിയേട്ടൻ മരിച്ച കാലത്ത് ഇതുപോലെ ഉറക്കമില്ലാത്ത കാലമായിരുന്നു. അമ്മ പറയാറുണ്ട്, രാത്രി ഉറക്കം വരുന്നത് വരെ രാമനാമം ജപിക്കാൻ. അമ്മയുടെ പ്രസവം എടുത്തിരുന്ന മിഡ് വൈഫിൻ്റെ ഉപദേശമായിരുന്നു. ആ മിഡ് വൈഫ് ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. എളോർമ അന്ന് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീ ഈ ജോലിക്ക് പുറപ്പെടുന്നത് സങ്കല്പിക്കാനേ പറ്റില്ല. എളോർമയുടെ അമ്മയ്ക്ക് 16 മക്കളായിരുന്നു അത്രേ. അവരുടെ സ്വന്തക്കാരെ എല്ലാം അവരുടെ അമ്മ പ്രസവത്തിന് സഹായിക്കാൻ പോവാറുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എളുപ്പം ജോലി കിട്ടാവുന്ന കോഴ്സ് മിഡ്വൈഫറിയാണെന്ന്. ആ നിഗമനം തെറ്റിയില്ല. 19ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി. കല്യാണം കഴിച്ചതൊരു അമ്പലവാസിയെ. ഞങ്ങളുടെ നാട്ടിൽ കുറേ കാലം ജോലി ചെയ്തു. ചെറിയച്ചിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഒരു മകൻ ഡോക്ടറാണ്. താഴെയുള്ളവരും ഒക്കെ എൻജിനീയറും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഒക്കെയായി. ഒരു മകളുള്ളത് മാത്രം മന്തിയായിരുന്നു പഠിക്കാൻ. അമ്മയെപ്പോലെ കഷ്ടപ്പെടാൻ എന്നെ കിട്ടില്ല എന്ന് പറയും. ദാരിദ്ര്യ ദുഃഖം അറിയാത്തതുകൊണ്ടാണ് അവർ ഇരിഞ്ഞാലക്കുടക്കടുത്ത് വീട് വെച്ച് മാറിയിരുന്നു. ഭർത്താവിൻ്റെ നാട് അവിടെ. പിന്നീടും പലപ്പോഴും വീട്ടിൽ വന്നിട്ടുണ്ട്. അമ്മയോട് നല്ല അടുപ്പമായിരുന്നു. വാടക വീട്ടിലായിരുന്നു താമസം. കുളിക്കാൻ വീട്ടിലെ കുളത്തിൽ വരും. അമ്മ പച്ചക്കറിയും തേങ്ങയും ഒക്കെ കൊടുത്തയക്കും. പ്രസവത്തിന് ഒറ്റ പൈസ വാങ്ങിയിരുന്നില്ല. അമ്മയോട് മാത്രമല്ല, ആരോടും. എനിക്ക് ഗവൺമെൻറ് ശമ്പളം തരുന്നുണ്ട് എന്ന് പറയും. അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണത്തിന്. ഇല്ലത്ത് നല്ല കഷ്ടപ്പാട് തന്നെ ആയിരുന്നു. അവരും ഒരാങ്ങള പട്ടാളക്കാരനും മാത്രമാണ് സഹായിക്കാൻ. പിന്നെ അവരുടെ കുലത്തൊഴിലായ ശ്രാദ്ധം മുട്ടിക്കൽ തന്നെ മറ്റു ചേട്ടന്മാരുടെ തൊഴിൽ. അതൊന്നും അത്ര വരുമാനമുള്ളതല്ല. 2 പേർ തിരുനാവായയിൽ ചെന്ന് രക്ഷപ്പെട്ടിരുന്നു. വളരെ കാലമായി എളോർമ്മയെ ഓർത്തിട്ട് ജീവിച്ചിരിപ്പുണ്ടോ ആവോ. അമ്മയ്ക്ക് ഏറ്റവും അടുത്ത ഒരാളായിരുന്നു. ചേച്ചിക്ക് TTCക്ക് ചേരാനും PSC അപ്ലൈ ചെയ്യാനും ഒക്കെ അവരായിരുന്നു മോട്ടിവേഷൻ. രാമനാമം ചൊല്ലാൻ ആഗ്രഹിച്ച് മനസ്സോടിപ്പോയ വഴികൾ. കുറേ നേരം രാമനാമം ജപിച്ചു നോക്കി. ഉറക്കം വരുന്നൊന്നുമില്ല. ട്യൂഷനും പണിയും കാരണം ഉറക്കക്കുറവില്ലായിരുന്നു. അമ്മ കിടപ്പായപ്പോൾ ആദ്യം കുറച്ച് ദിവസം ആ ടെൻഷൻ കൊണ്ട് ഉറങ്ങിയില്ല. പിന്നെ തനിയെ ഉറങ്ങിത്തുടങ്ങി. പകലെടുക്കുന്ന ജോലിയുടെ ക്ഷീണം കൊണ്ടാവും. 2 ആഴ്ച കഴിഞ്ഞാൽ കേറ്ററിംഗ് തുടങ്ങണം. പകൽ മുഴുവൻ ജോലി ആയാൽ തനിയെ ഉറക്കം വന്നോളും. മണിയേട്ടൻ മരിച്ച ശേഷം സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഉറക്കം കിട്ടിയത്. പിന്നെ മകനെ അടുത്ത് പിടിച്ച് കിടക്കുമ്പോൾ അതൊരാശ്വാസവുമായിരുന്നു. ജീവിതം പലപ്പോഴും പല വഴികളിലൂടെ ഓടിക്കും. നമ്മൾ തന്നെ നമ്മുടെ വഴി തിരഞ്ഞെടുത്ത് ബുദ്ധിപൂർവ്വം മുന്നേറണം. കല്ലും മുട്ടിയുമൊക്കെ കിടക്കുന്നത് എടുത്തു മാറ്റണം. ആരും പറഞ്ഞു തന്നിട്ടില്ല. സ്വയം കണ്ടെത്തുന്ന തത്വജ്ഞാനങ്ങൾ. വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ നിന്ന് ഒറ്റ മുറിയുള്ള വീട്ടിലേക്കുള്ള മാറ്റം. ഒരു പൈസ മൂലധനമില്ലാതെ ജീവിക്കാനുള്ള പോരാട്ടം. എന്താവശ്യത്തിനും പണത്തിന് അലമാര തുറക്കുകയേ വേണ്ടിയിരുന്നുള്ളൂ. എന്തിനേ എടുത്തത്, എത്രയേ എടുത്തത് എന്ന ചോദ്യമില്ല. 12 കൊല്ലം രാജകുമാരിയെ പോലത്തെ ജീവിതം. നിന്റെ വീട്ടിൽ നിന്ന് എന്ത് കിട്ടി, എന്ത് കിട്ടും എന്നൊന്നും ഒരിക്കലും ചോദിച്ചിട്ടില്ല. സങ്കല്പത്തിൽ പോലും കണ്ടിട്ടില്ലാത്തൊരു ഭർത്താവ്. അതിലേറെ നല്ല കൂട്ടുകാരൻ. 10 വയസ്സിൽ നഷ്ടപ്പെട്ട അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ മകൻ പറയും, നമ്മുടെ അച്ഛനെ പോലെ ഒരാൾ വേറെ ഈ ലോകത്തുണ്ടാവില്ല അല്ലേ അമ്മേ. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തൊരാൾ. നീ അച്ഛനെ പോലെ ആവണം. പക്ഷേ അവരവരുടെ ആരോഗ്യം നോക്കണം. അച്ഛന് ഒറ്റ ദുശ്ശീലേ ഉണ്ടായിരുന്നുള്ളൂ, പുകവലി. അത് നല്ലോണം ഉണ്ടായിരുന്നു. ജോലിയുടെ ടെൻഷൻ അനുസരിച്ച് കൂടി അത്യുത്ഥാനവും. 2ഉം കൂടി ഇത്ര പെട്ടെന്ന് ജീവൻ കൊണ്ടുവന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. എന്നാ ഒന്ന് ശ്രദ്ധിച്ചേനെ. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണത്തിൻ്റെ കണക്കെങ്കിലും സൂക്ഷിക്കാനും ബിസിനസ്സിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കാനും ആവായിരുന്നു. അച്ഛൻ്റെ പണി കുറഞ്ഞാൽ സിഗരറ്റ് വലി അത്ര കൂടെയിരുന്നില്ല. നമ്മളിങ്ങനെ തകർന്നിരുന്നില്ല. കിട്ടാനുള്ളൊരു ചോദ്യമായി വന്നു. തരാനുള്ളൊരു മിണ്ടിയില്ല. എനിക്ക് ബിസിനസ്സിൻ്റെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു എഞ്ചിനീയറെ വെച്ച് മുന്നോട്ട് പോകാമായിരുന്നു. എല്ലാം കള്ളുവിലക്കല്ലേ ആ ബിൽഡർ അടിച്ചെടുത്തത്. അമ്മ വിഷമിക്കണ്ട. നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ അമ്മയുടെ മോൻ തിരിച്ചു പിടിക്കും. എൻ്റെ മോനെ, ശാന്തമ്മയുടെ മോൾക്ക് അതിലൊന്നും ഒരു കൊതിയില്ല. വസ്ത്രത്തിനും അന്നത്തിനും മുട്ടല്ലേ. ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ലെന്നേ ആഗ്രഹമുണ്ടു. അത് ദൈവം സഹായിച്ചു വേണ്ടി വന്നില്ല. അതും ശാന്തമ്മയുടെ പഠിപ്പാ. ഒന്നും ഉപദേശിക്കാറില്ല. ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നു. ഉള്ളുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവരെ നോക്കണ്ട. അധ്വാനിക്കുക, ജീവിതത്തിൽ മുട്ടുവരില്ല.
ശാന്തമ്മയുടെ യൂണിവേഴ്സിറ്റിയിലെ പഠനമാണ് മോനെ അമ്മയുടെ വിജയം. ശാന്തമ്മ പശുവിനെ പോറ്റി തേങ്ങും കവുങ്ങും നനച്ച് മക്കളെ പോറ്റി. ഞാൻ അക്ഷരം പഠിപ്പിച്ച് ജീവിക്കണം. ഇങ്ങനെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മോനായതാ എൻ്റെ ഭാഗ്യം. നിൻ്റെ അച്ഛൻ്റെ ഗുണം അച്ഛമ്മയുടെ വളർത്തലിൻ്റെ എൻ്റെ തിയറികൾ ശാന്തമ്മ പഠിപ്പിച്ചു തന്നത്. അത് നീ കളയാതെ സൂക്ഷിക്കുക. ജോലി കളഞ്ഞ് ബിസിനസ്സിന് പുറപ്പെടരുത്. കൈ നിറച്ച് കിട്ടുമ്പോൾ കുറച്ച് മാറ്റി വെക്കണം. അല്ലെങ്കിൽ അച്ഛൻ്റെ ഗതി അല്ല അമ്മയുടെ ഗതി അല്ലേ. അച്ഛൻ്റെ ബുദ്ധിമോശം അമ്മല്ലേ സഹിച്ചേ. അത് നിൻ്റെ തെറ്റിദ്ധാരണ. നിൻ്റെ അച്ഛൻ വരുമാനത്തിനനുസരിച്ചേ ജീവിച്ചിട്ടുള്ളൂ. അത്രയും വരുമാനം ഉണ്ടായിരുന്നു അങ്ങോർക്ക്. ദൈവം ചതിച്ചതാ. 2 കൊല്ലം കഴിഞ്ഞ് ആ പ്രോജക്റ്റ് അവസാനിച്ചിരുന്നുവെങ്കിൽ വീടിൻ്റെ കടം വീടി വാടക കൊണ്ട് തന്നെ ജീവിക്കായിരുന്നു. ആരോഗ്യം ശ്രദ്ധിക്കാഞ്ഞത് മാത്രം അങ്ങോരുടെ അബദ്ധം. പിന്നെ എനിക്കും ജോലിക്ക് പോവായിരുന്നു. പോണെന്നും പോണ്ടെന്നും അങ്ങോര് പറഞ്ഞില്ല. എൻ്റെ തെറ്റല്ലേ. പക്ഷേ ഞാൻ തിരുത്തി. ഇനി നീ എത്ര മഹാനായി സമ്പന്നനായാലും ആരോഗ്യമുള്ളിടത്തോളം എൻ്റെ പ്രൊഫഷൻ ഞാൻ വിടില്ല. മനസ്സും മകന് ചുറ്റും കറങ്ങി. 3 കൊല്ലമായി കുട്ടി പോയിട്ട്. MS എടുത്ത ഉടനെ ജോലിയിൽ കയറി. കോവിഡ് കാരണമുള്ള മാന്ദ്യം അവിടെ നന്നായിട്ടുള്ള കാരണം അവൻ നാട്ടിലേക്ക് വരാൻ പുറപ്പെട്ടേയില്ല. 6 മാസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരപ്പ, എൻ്റെ കുട്ടിയെ കാത്തോളണേ. എല്ലാം അറിയുന്ന ആളാണ്. പ്രത്യേകം അപേക്ഷിക്കേണ്ട എന്നറിയാഞ്ഞിട്ടല്ല, എന്നാലും പ്രാർത്ഥിച്ചു പോവും. നോവൽ അധ്യായം 13 കടക്കുന്നു. അലാറം അടിക്കുന്നത് കേട്ടുണർന്നു. ഇന്നലത്തെ പോലെ 10 മണിവരെ ഉറങ്ങിയാലോ എന്ന് കരുതി അലാറം വെച്ചതാ. എണീറ്റയുടനെ കുളിച്ചു. അച്യുതൻ നായർ പറഞ്ഞ പോലെ തർപ്പണം ചെയ്തു. ഒരു കാപ്പി വെച്ച് കുടിച്ചു. വീട് വൃത്തിയാക്കി കുട്ടികളുടെ വരവും കാത്തിരുന്നു. കുട്ടികൾ വന്നപ്പോഴേ ഒരു എനർജി വന്ന പോലെ. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ 1-ാം തീയതി മുതൽ ഭക്ഷണം വേണ്ടവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. വരുമാനത്തിലേറെ നേരം പോവാൻ നല്ല മാർഗം. മനസ്സിനും സന്തോഷം. ഇനി ആരെയൊക്കെയാണ് അമ്മ മരിച്ച വിവരം അറിയിക്കേണ്ടത് എന്നായി ചിന്ത. മണിയേട്ടൻ്റെ ഓപ്പോളെ വിളിച്ച് പറയണം. സ്കൂളിലെ കോണ്ടാക്റ്റുള്ള ടീച്ചേഴ്സിൽ ആരോടെങ്കിലും പറയണം. മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തെ ലളിതയെ വിളിച്ച് പറയണം. താമസിക്കുന്ന കാലത്തും അവിടെ നിന്ന് പോന്നിട്ടും നല്ല അടുപ്പവും സഹായവുമായിരുന്നു. മാമിയുടെ വീടിൻ്റെ 2 ചായ്പിലുള്ള താമസം. 2 പേരും ഒറ്റപ്പെട്ട ജീവിതവുമായി പൊരുതുന്നവർ. ലളിതയ്ക്ക് 2 മക്കൾ. വലിയ പഠിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. തയ്യൽ തൊഴിലും വെച്ചുള്ള പോരാട്ടം. കോടമ്പക്കത്തും ടി നഗറിലുമുള്ള ഷോപ്പുകളിൽ മാക്സികളും അടിപ്പാവാടകളും അമ്പലത്തിലേക്കുള്ള തിരുവിടയാടകളും തയ്ച്ചു കൊണ്ട് നടക്കും. തുണി അവർ സപ്ലൈ ചെയ്യും. തയ്യൽ കൂലി നല്ല കുറവ്, പക്ഷേ സ്ഥിര വരുമാനമായിരുന്നു. അടുത്തുള്ളവർക്ക് ജാക്കറ്റും ചുരിദാറുമൊക്കെ തയ്ച്ചു കൊടുക്കും. ഒരിക്കൽ തയ്പ്പിച്ചവർ പിന്നെ ലളിതയെ കൊണ്ടേ തയ്പ്പിക്കൂ. സ്കൂളിലെ ടീച്ചർമാരുടെ തയ്പ്പൊക്കെ ലളിതയായിരുന്നു. രാവും പകലും അധ്വാനം. മൊബൈലും ഇൻ്റർനെറ്റുമൊക്കെ ആയപ്പോൾ ലളിത ഫാഷൻ ടെക്നോളജിയുടെ ചില കോഴ്സുകൾ ഓൺലൈനായി പഠിച്ചു. സ്വന്തമായി ഡ്രസ് മേക്കിംഗ് തുടങ്ങി. സൂററ്റിൽ പോയി തുണിയെടുക്കും. കടകളിൽ സപ്ലൈ ചെയ്യും. വാട്സാപ്പ് മുഖേന ഓൺലൈനും വിൽപ്പന. ലളിതയുടെ മൂത്ത മകൻ മോനിക്കാളും 2 വയസ്സ് മൂപ്പ്. അവനാണ് മോൻ്റെ ഏക കൂട്ടുകാരൻ. IITയിൽ അവൻ ചേർന്നതോടെയാണ് ഇവനും IITയിൽ ചേരാൻ ഉത്സാഹിച്ചത്. US യാത്രയുടെ മോട്ടിവേഷനും അവൻ തന്നെ. മകൾ കുറച്ചുകൂടി ഇളയതാണ്. ഇക്കൊല്ലം ജിപ്മറിൽ മെഡിസിന് ചേർന്നു. ലളിത വീട് വാങ്ങേണ്ട അന്വേഷണത്തിലാണ്. ഇവിടെ വന്ന് ഫ്ലാറ്റ് നോക്കി പോയിട്ടുണ്ട്. മകൻ ലീവിൽ വന്നാൽ വാങ്ങും. ലളിത ഡൈവോഴ്സിയാണ്. ഭർത്താവിൻ്റെ വീട്ടുകാരായും ലളിതയുടെ വീട്ടുകാരായും ആരും വരുന്നതും എങ്ങോട്ടും പോകുന്നതും കണ്ടില്ല. മക്കളെ ശരണമെന്ന ജീവിതം. നാടെവിടെയാണെന്ന് പോലും പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. എവിടേക്കും പോവാറുമില്ല. ബോംബെയിലായിരുന്നു എന്ന് ലളിതയുടെ മകൻ പറഞ്ഞിട്ടുണ്ട്. ലളിതയുമായി ബാക്കി എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കും. ലളിത പഴയ കാലത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടമില്ലാത്ത കാലത്തെപ്പറ്റി ചോദിച്ചിട്ടുമില്ല. ഇപ്പോൾ 1 ലക്ഷത്തോളം മാസം വരുമാനം ഉണ്ടത്രേ. 5 പെൺകുട്ടികൾ തയ്ക്കാനുണ്ട്. ഡിമാൻഡ് ഇഷ്ടം പോലെ. കൂടുതൽ വലുതാക്കിയാൽ ടെൻഷൻ കൂടും. ഇനി താമസിക്കാൻ ഒരു വീടും തയ്യൽ സ്ഥാപനം നടത്താൻ ഒരു സ്ഥലവും എടുക്കണം. അതിനുള്ള പരിശ്രമത്തിലാണ്. ഉത്സാഹിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വിജയം കൂടെയുണ്ട്. ലളിതയുടെ ജീവിതം പഠിപ്പിക്കുന്നു. ഊതിക്കുടിക്കാൻ വഴിയില്ലെങ്കിലും ഒരു ജോലിക്കും പോവാതെ മറ്റുള്ളവരോട് കൈനീട്ടി ജീവിക്കുന്ന എത്ര പേരെ കണ്ടിരിക്കുന്നു. ബന്ധുക്കളുടെ കാശ് അവരുടെ അവകാശമാണെന്ന മട്ട്. അങ്ങനെയുള്ളവരുടെ മക്കളും അതേ രീതി തുടരും.
അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മാവന്മാരെ ആശ്രയിക്കാമായിരുന്നു. എല്ലാവരും നല്ല നിലയിൽ ജോലിയെടുത്തിരുന്നവർ. അമ്മ ഒന്നും ചോദിക്കാറില്ല. അറിഞ്ഞു കൊടുക്കുന്ന സ്വഭാവം അവർക്കുമില്ല. അമ്മമ്മയുള്ള കാലത്ത് അമ്മമ്മ ചോദിച്ചു വാങ്ങിയിരുന്നു. അത് ചിലവാക്കാതെ കൂട്ടിവെച്ച് അമ്മയ്ക്ക് തന്നെ കൊടുത്തിരുന്നത്. ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാവാം ഫോൺ ചെയ്യുക. 2 ദോശയുണ്ടാക്കി. 2 ഉള്ളി നന്നാക്കി മുളകും ഉപ്പും കൂട്ടി ചതച്ച് ഒരിറ്റ് വെളിച്ചെണ്ണ തെളിച്ചു. ചട്നി വേണമെന്ന് നിർബന്ധം തോന്നാറില്ല. മകനുമില്ല. ഒന്നുമില്ലെങ്കിൽ 1 സ്പൂൺ പഞ്ചാര കിട്ടിയാലും മതി. ദോശ കഴിക്കാനിരിക്കുമ്പോഴാണ് ബെല്ലടിച്ചത്. ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മി ഭക്ഷണം കഴിച്ചോ? ഉവ്. ഈ പണം അക്ക സൂക്ഷിച്ചാൽ മതി. വീട്ടിൽ വെച്ചാൽ കൊണ്ടുപോയി കുടിക്കും. അത്യാവശ്യം വരുമ്പോൾ ഞാൻ വരാം. എവിടെ വെച്ചാലും ആ കാലമാടൻ കണ്ടെടുക്കും. ലക്ഷ്മി ആ മേശപ്പുറത്ത് വെച്ചോളൂ, ഞാൻ സൂക്ഷിച്ചോളാം. എല്ലാവരും പോയി അല്ലേ? അക്ക ഒറ്റയ്ക്കായി. ഞാൻ ആരെയെങ്കിലും കൂട്ടുകിടക്കാൻ പറഞ്ഞയക്കണോ? വേണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചേച്ചിയുടെ മകൾ വരും. ഒറ്റയ്ക്ക് ശീലാക്കണമല്ലോ. അതും ശരിയക്ക. ഞാൻ പോട്ടെ. അവിടെ നിന്നും അക്കയെ കണ്ടുവരട്ടെന്ന് പറഞ്ഞ് പോന്നതാ. ആ ചേച്ചിയുടെ ഭർത്താവിന് വേലയ്ക്ക് പോകേണ്ട നേരമാവും. ശരി ലക്ഷ്മി, പേടിക്കേണ്ട. ബാങ്കിലിട്ട പോലെ സൂക്ഷിച്ചോളാം. പൈസ എടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടി. ആദ്യം ഓപ്പോളെ തന്നെ വിളിച്ചു. വിവരം പറഞ്ഞു. എന്നാ നിന്നെയും മോനെയും കാണാം. എത്ര കാലമായി കണ്ടിട്ട്. അമ്മയെ ഇട്ട് പോരാൻ പറ്റാത്തതുകൊണ്ടല്ലേ. ഇനി വരാം. സ്കൂൾ പൂട്ടണ കാലത്ത് മകൻ വരും. ഒരുമിച്ച് വരാം. ആർക്കും വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല മോളെ, നിൽക്കും. അമ്മയുടെ വയസ്സില്ലെങ്കിലും 70 കഴിഞ്ഞു. വയ്യാണ്ടായി. കാലും വേദന നല്ലോണമുണ്ട്. അപ്പുവിൻ്റെ കല്യാണം നോക്കി തുടങ്ങിയാ? ഇല്ല ഒപ്പോളെ, അവന് 25 വയസ്സല്ലേ ആയുള്ളൂ. ജോലി കിട്ടിയിട്ട് എന്തായാലും 2 കൊല്ലം കഴിഞ്ഞേ നോക്കൂ. അത് മതി. എനിക്ക് അവൻ്റെ വയസ്സിൻ്റെ കണക്കൊക്കെ പോയി. ഒരു 30 കഴിഞ്ഞിട്ടായാലും മതി. ഇപ്പോഴും ട്യൂഷൻ്റെ ഏർപ്പാടൊക്കെ ഇല്ലേ? ഉവ്വ്. അവതുള്ളിടത്തോളം നിർത്തില്ല. അത് നല്ലത് തന്നെയാണ് മോളെ. അവരവരുടെ കയ്യിൽ 10 ചക്രം ഉണ്ടെങ്കിൽ ഒരു വില വേറെ തന്നെയാ. പിന്നെ നാട്ടിൽ നന്ദി പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ. നേരം പോകാനും വിഷമം. ഞാൻ വയ്ക്കട്ടെ, പിന്നെ വിളിക്കാം. എല്ലാവരോടും വിവരം പറയും. ശരി മോളെ. ഓപ്പോൾ എപ്പോഴും മോളേന്നേ വിളിക്കൂ. അഭിനയമല്ല, ഉള്ളിൽ നിന്നുള്ള വിളി തന്നെ. സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. വൈകുന്നേരം വിളിക്കാം. ഇനി ലളിതയെ വിളിക്കട്ടെ. പ്രിയമുള്ളവരെ, അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം.